ഹേ ഗായ്സ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഹൈക്യൂവിൻ്റെ ഒന്നാമത്തെ സീസണിലെ 14ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് മുൻപേ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ വെറും 300 ലൈക്കാണ്. അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റോട് ചെയ്യുക. ഈ ഒരു വീഡിയോക്ക് നമ്മൾ 100 കമൻറ്റാണ് ടാർഗറ്റ് വെക്കുന്നത്. അപ്പോൾ ചുമ്മാ ഒരാൾ തന്നെ സ്പാം ചെയ്യാതെ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് കറാസിനോസസ് നെക്കോമ മാച്ചിൽ നമ്മൾ കറാസിനോ തോറ്റി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഷോയോ നെക്കോമയുടെ കോച്ചിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി മാച്ചിനോടാ. ഇത് കിട്ടിയിട്ടാണെങ്കിൽ നമ്മൾ നെക്കോമയിലെ കോച്ച് പറയുന്നുണ്ട്, നീ എന്നോട് ധൈര്യം ഉണ്ടോന്ന് ചോദിച്ച കാര്യമൊന്നുമില്ല, ഞാനിത് ഓൾറെഡി പ്ലാൻ ചെയ്തായിരുന്നു. നമുക്ക് എന്തായാലും ഒന്നും കൂടി ഒരു പ്രാക്ടീസ് മാച്ച് കളിക്കാം. അങ്ങനെ നമ്മളെ കറാസിനോ നെക്കോമയും കുറേ പ്രാക്ടീസ് മാച്ച് കളിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മളെ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ കളിച്ച എല്ലാ മാച്ചിലും നമ്മുടെ കറാസിനോ ആണ് ഡിഫീറ്റ് ആയിട്ടുള്ളത്. അതിനനുസരിച്ച് രണ്ട് ടീമിലെ എല്ലാ പ്ലേയേഴ്സും നല്ല ടയർഡുമാണ്. പക്ഷേ ഇപ്പോഴും നമ്മളെ ഷോയോ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി വാടാ എന്നും പറഞ്ഞ അവരെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടെ നെക്കോമയിലെ കോച്ചിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. അതുപോലെ നമ്മളെ കറാസിനോത്തെ കോച്ചാണ് നമ്മളെ ഷോയെ പിടിച്ചേക്കുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ നെക്കോമയിലെ കോച്ചാണെങ്കിൽ നമ്മളെ കറാസിനോത്തെ പ്ലേയേഴ്സിനോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ റിസീവിംഗ് കുറച്ചുകൂടി സെറ്റ് ആക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ ടീമുമായിട്ട് ഒരു കോർഡിനേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ പിന്നെ ആർക്കും തടയാൻ പറ്റാത്ത രീതിയിലായി മാറും. അടുത്ത മാച്ചിൽ ഞങ്ങൾ നിങ്ങളെ നാഷണൽ ലെവൽ ടൂർണമെന്റിൽ കാണാം എന്ന് പറയുമ്പോൾ നെക്കോമയിലെ കോച്ചാണെങ്കിൽ അവരെ വിഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ടനക്കസാനാണ് കാണിക്കുന്നത്. ടനക്കസാന്റെ അടുത്തേക്കാണെങ്കിൽ നമ്മൾ നെക്കമയിലെ ഏസായിട്ടുള്ള യമമോട്ട് വരുന്നുണ്ട്. അവനെ കണ്ടപ്പോഴും നമ്മൾ ടനക്ക അവൻ്റെ അടുത്ത് ചൂടാൻ പോവാണ്. എനിക്കെന്താ നീ ഞാൻ തല്ലാമാണെന്നാണോ, എന്നാ വാട ഒറ്റക്കടിക്കാടാ എന്നും പറഞ്ഞിട്ട് നമ്മൾ ടനക്കസാൻ അവൻ്റെ അടുത്ത് ചൂടാൻ പോവാണ്. അപ്പോൾ യമമോട്ട് പറയുന്നുണ്ട്, ഞാൻ അതിനൊന്നും വന്നല്ല, അത് പിന്നെ നിങ്ങളുടെ ടീമിലെ മാനേജറിന്റെ പേരെന്താണ്. ഇത് കേട്ട് നമ്മൾ ടനക്കസാൻ അവൻ്റെ അടുത്ത് ആകെ ചൂടാൻ പോവാണ്. നിനക്കെന്തിനാണ് ഞങ്ങളുടെ ടീമിലെ മാനേജറിന്റെ പേര് അറിഞ്ഞിട്ട് നീ എങ്ങനെ ഞങ്ങളുടെ ടീമിലെ മാനേജറിന്റെ മുഖത്തോട്ടായിട്ട് നോക്കിയാ നിന്നെ ഞാൻ അപ്പ കൊന്നുകളയും. ഇത് കേട്ടപ്പോൾ യമമോട്ട് പറയുന്നുണ്ട്, അതിനെപ്പറ്റി നീ പേടിക്കണ്ട, എനിക്ക് അതിന് മാത്രമുള്ള ധൈര്യമൊന്നുമില്ല. ഇത് കേട്ടപ്പോൾ നമ്മൾ ടനക്ക സൈലന്റ് ആയി പോവാണ്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ യമമോട്ടോയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കിയോക്കോ ഷിമിസു എന്നാണ് ഞങ്ങളുടെ ടീമിലെ മാനേജറിന്റെ പേര്. ഇത് കേട്ടപ്പോൾ അവനാണെങ്കിൽ ഓ എന്തൊരു നല്ല പേര്. അങ്ങനെ നമ്മളെ ടനക്കസാനും നെക്കോമയിലെ ഏസായിട്ടുള്ള യമമോട്ടോം ഇവിടെ വെച്ചിട്ട് ഫ്രണ്ട്സ് ആവാണ്. അതുപോലെ തന്നെ നമ്മളെ നെക്കോമയിലെ ബ്ലോക്കർ ആയിട്ടുള്ള ഇനുവാക്കോയും നമ്മളെ ഷോയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിഷിനോയ നെക്കോമയിലെ ലിബറോയെ ഇങ്ങനെ തുറച്ചു നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നെക്കോമയിലെ ലിബറോ ആണെങ്കിൽ ഇപ്പൊ ആകെ പേടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നിഷിനോയെ ബാക്കിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, നീ ശരിക്കും ഒരു അടിപൊളി ലിബറോയാണ്, ഞാൻ ഇതുവരെ അസൈസന്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്പൈക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലിബറോയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് അവിടെ ഓടി പോവാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് കറാസിനോത്തെ നെക്കോമയത്തെ കോച്ചുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ്. നെക്കോമയിലെ കോച്ചാണെങ്കിൽ നമ്മളെ കറാസിനോത്തെ കോച്ചിന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്താണ് മോനെ നിന്റെ അപ്പൂപ്പൻ ഒരു കളി നിയന്ത്രിക്കാൻ അറിയുന്ന ഒരു അത്യാവശ്യം നല്ലൊരു ബുദ്ധിയുള്ള മനുഷ്യനല്ലേ, എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ, നിനക്ക് ഞങ്ങളുടെ ടീമുമായിട്ട് ഒരു സെറ്റ് പോലും വിജയിക്കാൻ സാധിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മളെ കോച്ചിനെ ആകെ മോട്ടറാക്കി വിടുന്നുണ്ട്. ഇത് കേട്ട് നമ്മളെ കോച്ചും ഉണ്ടായിരുന്നില്ല, അടുത്ത പ്രാവശ്യം നമ്മൾ കളിക്കുമ്പോൾ ഞങ്ങൾ എന്തായാലും നിങ്ങൾ എല്ലാ സെറ്റിലും തോൽപ്പിച്ചിരിക്കും. അപ്പൊ നെക്കോമയിലെ കോച്ച് പറയും, ഓ അതിന് മാത്രമൊക്കെ നീ വളർന്നു, എന്നാ അതൊന്ന് കാണല്ലോ എന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കോച്ച് അവിടുന്ന് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മളെ കോച്ചിന്റെ ഈഗോ നന്നായിട്ട് തന്നെ ഹേർട്ട് ആയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്കാണെങ്കിൽ കോച്ച് പറയുന്നുണ്ട്, ഞാൻ അവരെ ഡിഫീറ്റ് ചെയ്തിട്ട് നാഷണൽസിലും ജയിച്ചിട്ടേ കറാസിനൊന്നും നീ പോവുള്ളൂ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അടുത്ത സീൻ കാണിക്കുന്നത്. രണ്ട് ടീമും പരസ്പരം ഗുഡ് ലക്ക് ഒക്കെ പറഞ്ഞിട്ട് പിരിയുന്നുണ്ട്. നമ്മുടെ കറാസിനോല ടീമിലെ എല്ലാ പ്ലെയറിന്റെ പേഴ്സണാലിറ്റി സിമിലർ ആയിട്ടുള്ള ഒരു പ്ലെയർ നമ്മളെ നെക്കോമയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ കറാസിനോയും നെക്കോമയും തമ്മിലുള്ള ഒരു റൈവൽറി അതിന് വീണ്ടും ഒരു പുനർജന്മം കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മളെ ഷോയോ കെമ്മയെ കാണാൻ വന്നിരിക്കുകയാണ്. അവൻ കെമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ ജോഗ് ചെയ്യാൻ പോയപ്പോൾ നിന്നെ കണ്ടപ്പോൾ നീ എന്നോട് പറഞ്ഞില്ലേ നിനക്ക് വോളിബോൾ കളിക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമല്ലാന്ന്, ഇന്ന് നിനക്ക് എങ്ങനെയാണ് തോന്നിയത്, ഇന്ന് നിങ്ങൾ ജയിച്ചപ്പോൾ നിനക്ക് എന്താണ് തോന്നിയത്. ഇതിന് മറുപടി നമ്മളെ കെമ്മ പറയുന്നത്, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, ബാക്കിയുള്ള എല്ലാ മാച്ച് പോലെ തന്നെയാണ് ഈ ഒരു മാച്ചും എനിക്ക് തോന്നിയത്. ഇത് കേട്ട് നമ്മളെ ഷോയ്ക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ക്യാമറ അടുത്ത് പറയുന്നുണ്ട്, അടുത്ത പ്രാവശ്യം നമ്മൾ രണ്ടുപേരും ഏറ്റുമുട്ടുമ്പോൾ ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും, എനിക്ക് തോൽക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് അടുത്ത പ്രാവശ്യം ജയിക്കണം എന്ന തരത്തിൽ എന്തായാലും ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും, ഓക്കെ എന്നാൽ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും എന്ന് നമ്മളെ കെമ്മയും പറയുന്നു. അതിനുശേഷം നമ്മളെ ഷോയോ കഗയാമയുടെ കൂടെ പോവാണ്. അവിടുന്ന് പോകുന്ന വഴിക്ക് കഗയാമ ഷോയുടെ അടുത്ത് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു റിയൽ മാച്ചാണ് കളിക്കാൻ പോയതെങ്കിൽ നമുക്ക് ഇനി ഒരു സെക്കൻഡ് ചാൻസ് ലഭിക്കില്ല, നമ്മൾ പൊട്ടിയതാണ്. ഇത് കേട്ടിട്ട് നമ്മളെ ഷോയെ പറയും, അതെ പക്ഷേ ഇനി വരാൻ പോകുന്ന എല്ലാ റിയൽ മാച്ചിലും നമ്മൾ എന്തായാലും ജയിച്ചിരിക്കും. ഇത് കേട്ടിട്ട് നമ്മളെ കോച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പൊ തന്നെ അതിനെപ്പറ്റി ചിന്തിച്ചത് നന്നായി, ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇന്റർ ഹൈ ടൂർണമെന്റ്സ് വരുന്നുണ്ട്, ആ ഒരു ടൂർണമെന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു മാച്ച് നമ്മൾ തോൽക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി കളിക്കാം എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. അത് കാരണം നമ്മൾ നാളെ മുതൽ പ്രാക്ടീസ് തുടങ്ങാൻ പോവാണ്, അത് കാരണം നാളെ രാവിലെ തന്നെ എല്ലാവരും എത്തിക്കോണം. ഇത് കേട്ടിട്ട് എല്ലാവരും ഉറക്കെ തന്നെ യെസ് സോർ എന്ന് പറയാണ്. അതിനുശേഷം അവിടെ സീൻ കട്ടാവാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം കറാസിനോയിലെ എല്ലാവരും തന്നെ അവരുടെ റിസീവിംഗ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ആ ഒരു ദിവസത്തെ പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളെ കോച്ച് എല്ലാവരുടെ അടുത്തായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഇന്നലെ ടോക്കിയോയിലെ മികച്ച ടീമായിട്ടുള്ള നെക്കോമയുമായിട്ട് കളിച്ച എല്ലാ പ്രാക്ടീസ് മാച്ചും നമ്മൾ തോറ്റു, പക്ഷേ ഇനി അവരുമായിട്ട് നിങ്ങൾക്ക് റിവെഞ്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ 66 ടീമുകൾ അടങ്ങുന്ന ഇനി വരാൻ പോകുന്ന ഇന്റർ ഹൈ ടൂർണമെന്റ്സിൽ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം തന്നെ ലഭിക്കണം. ആദ്യം നമ്മുടെ സിറ്റി ആയിട്ടുള്ള മിയാഗിലത്തെ 66 ടീമുകൾ അടങ്ങുന്ന ആ ഒരു ടൂർണമെന്റിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് അടിക്കണം, അതിനുശേഷമേ നമുക്ക്
ടോക്കിയോയുടെ ടീമുമായിട്ട് മാച്ച് ഉണ്ടാവുക. ടോക്കിയോ ഒരു വലിയ സിറ്റി തന്നെയാണ്. പിന്നെ നമുക്ക് അവരുമായിട്ട് ഇനി മാച്ച് കളിക്കണമെന്നുണ്ടെങ്കിൽ നെക്കോമയും ആ ഒരു ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം എത്തിയാലേ നടക്കുള്ളൂ. ഇത് കേട്ട് നമ്മൾ ടനക്ക നിഷിനോയും പറയുന്നുണ്ട് അവരെന്തായാലും ടോക്കിയോയിലെ വേറെ ടീമുകളായിട്ടൊന്നും ഡിഫീറ്റ് ചെയ്യപ്പെടില്ല, അവരെന്തായാലും ഒന്നാം സ്ഥാനം തന്നെ എത്തിക്കോളും. അതിനുശേഷം രാത്രിയായിട്ടാണ് അടുത്ത സീൻ കാണിക്കുന്നത്. നമ്മുടെ സീനിയേഴ്സ് എല്ലാവരും ഒരു ഫോട്ടോ നോക്കിയിട്ട് നല്ല ഇംപ്രസ് ആയിട്ട് നിൽക്കുകയാണ്. അത് കണ്ടിട്ട് നമ്മളെ ഷോയ്ക്കും കയാമക്കും ഒരു ക്യൂരിയോസിറ്റി വന്നിട്ട് ഇവരെന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരോട് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ ടനക്ക ഷോയ്ക്ക് ഒരു ന്യൂസ് പേപ്പർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ന്യൂസ് പേപ്പറിൽ നിന്ന് ഷീറാട്ടോ റിസവ എന്ന് പറയുന്ന ഒരു ടീമിത്തെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഉഷിവാക്ക എന്ന് പറയുന്ന ഒരു ഏസിനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരാണ് നമ്മൾ ജപ്പാനിലെ മിയാഗി എന്ന് പറയുന്ന സിറ്റിയിലെ നമ്പർ 1 പ്ലെയർ ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ നമ്മൾ കറാസിനെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് നമ്മളെ കോച്ച് വരുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ അടുത്ത് ഇന്റർഹൈ ടൂർണമെന്റിൽ നമ്മൾ ഭയക്കേണ്ട 4 ടീമുകളെ പേരും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് വാക്കുട്ടാണി സൗത്ത് എന്ന് പറഞ്ഞ ടീമിനെ പറ്റിയാണ്. രണ്ടാമത് പറഞ്ഞു കൊടുക്കുന്നത് ഡേറ്റെക് എന്ന് പറയുന്ന കിഡിലൻ ബ്ലോക്കേഴ്സ് ഉൾപ്പെടുന്ന ഒരു ടീമിനെ പറ്റിയാണ്. ഈ ഒരു ടീമിനെതിരെ നമ്മൾ അസൈസാന്റെ എല്ലാ സ്പൈക്കുകളും അവരുടെ ബ്ലോക്കേഴ്സ് തടഞ്ഞിട്ടത്. ബേസിക്കലി ഈ ഒരു ടീം കാരണം നമ്മൾ അസൈസാൻ അവന്റെ 1 മാസത്തെ പ്രാക്ടീസ് സ്കിപ്പ് ചെയ്തത്. സോ അതിന്റെ പകവിട്ടുള്ള ഒരു ചാൻസ് കൂടിയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി മൂന്നാമത്തെ ടീം ഏതെന്ന് വെച്ചാൽ മറ്റേതുമല്ല, നമ്മളെ ഔബജോസയാണ്. ഈ ഒരു ടീമിനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ 5ാമത്തെ 6ാമത്തെ എപ്പിസോഡിലോട്ട് ഈ ഒരു ടീമുമായിട്ട് നമ്മൾ പ്രാക്ടീസ് മാച്ച് കളിച്ചിട്ട് നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അവർക്ക് അവരുടെ മെയിൻ പ്ലെയർ ആയിട്ടുള്ള ഒയ്ക്കവ എന്ന് പറഞ്ഞ സെറ്റർ അവരുടെ ടീമിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അവസാനത്തെ ടീം ഏതെന്ന് വെച്ചാൽ ഷീറാത്തോ റിസർവ് ആയിരുന്നു. ഈ ഒരു ടീമിലാണ് മിയാഗിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എയ്സ് ഉള്ളത്. അത് മാത്രമല്ല ഇവരുടെ ടീം എന്ന് വെച്ചാൽ വളരെ വലിയൊരു ടീം തന്നെയാണ്. വളരെ വലിയൊരു ഫാൻ ബേസും ഇവർക്കുണ്ട്. അങ്ങനെ ഈ ഒരു 4 ടീമിനെ പറ്റിയും പറഞ്ഞു കൊടുത്തിട്ട് നമ്മളെ കോച്ചാണെങ്കിൽ പ്ലേയേഴ്സിന്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ എപ്പോഴും ടോപ്പിൽ നിൽക്കുന്ന ടീമിനെ പറ്റി പേടിച്ചുകൊണ്ടിരുന്ന നിങ്ങളെക്കാളും താഴെ ടീം വന്നിട്ട് നിങ്ങൾ തോൽപ്പിച്ചിട്ട് പോകും. അത് കാരണം നിങ്ങൾ ആകെ വായിക്കേണ്ടത് നിങ്ങൾ ഒപ്പോണൻസിനെ മാത്രമാണ്. പിന്നെ കാണിക്കുന്നു നമ്മൾ ക്യാപ്റ്റൻ ഐച്ചിയുടെ ക്ലാസ് റൂമിലേക്ക് നമ്മളെ ക്യാപ്റ്റൻ ഐച്ചിയെ തേടിക്കൊണ്ട് കറാസ്നോ വുമൻസ് വോളിബോൾ ടീമിലെ ക്യാപ്റ്റനായിട്ടുള്ള മിച്ചിമിയ വന്നിട്ടുണ്ടായിരുന്നു. സോ മിച്ചിമിയ ക്യാപ്റ്റൻ ഐച്ചിയുടെ അടുത്ത് ഗുഡ് ലക്ക് പറയാമെന്നാണ്. അപ്പോൾ നമ്മൾ ക്യാപ്റ്റൻ ഐച്ചി ആണെങ്കിൽ മിച്ചിമിയുടെ അടുത്ത് ചോദിക്കും നിന്റെ ടീം ഇപ്പോൾ എങ്ങനെ പോകുന്നു, നിങ്ങൾക്ക് ടൂർണമെന്റിൽ വിജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പം മിച്ചിമിയ പറയും അത് പിന്നെ എനിക്ക് തോന്നുന്നില്ല, കാരണം ഫസ്റ്റ് ഇയേഴ്സിലെ കുറെ ഗേൾസ് ഒന്നും ഇപ്പോൾ പ്രാക്ടീസിന് പോലും വരുന്നില്ല. ഇത് കേട്ടിട്ട് മിച്ചിമിയുടെ അടുത്ത് ക്യാപ്റ്റൻ ഐച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളുടെ ടീമിനെ പറ്റി തന്നെ ഡിസപ്പോയിന്റഡ് ആവാൻ പാടില്ല, നമ്മളുടെ ടീമിനെ പറ്റി തന്നെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല, അതിനൊരു ഇടം നമ്മൾ തന്നെ കൊടുക്കരുത്. അതിനുശേഷം നമ്മളെ സുഗാവർസാനും ഹിനാട്ടയും കാണിക്കുന്നത് നമ്മളെ സുഗാവർസാൻ ആണെങ്കിൽ നമ്മളെ ഷോയുടെ അടുത്തേക്ക് നമ്മൾ സുഗാവർസാൻ ഒരു സൈൻ ലാംഗ്വേജ് ഉണ്ടാക്കിയിട്ട് ഒരു പേപ്പറിലൊക്കെ എഴുതിയിട്ട് നമ്മളെ ഷോയോട് പഠിക്കാൻ പറയുന്നുണ്ട്. ഇത് നീ പഠിച്ചിട്ട് നമ്മളെ മാച്ചിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ ഷോയൊക്കെ നല്ല സന്തോഷമാവുന്നുണ്ട്. ശേഷം നമ്മളെ കോച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അസൈസാനെ വിളിച്ചിട്ട് നിന്നെ വെച്ച് എനിക്ക് കുറച്ച് പണികളുണ്ട്, നീ ഞാൻ പറയുന്നൊക്കെ പഠിക്കുകയാണെങ്കിൽ നീ ആയിരിക്കും അടുത്ത മിയാഗിയിലെ നമ്പർ 1 എയ്സ് എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ അസൈസാനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെ സുഗാവർസാൻ സെറ്ററായിട്ട് നമ്മളെ ഷോയുമായിട്ട് ഒരു കോമ്പിനേഷൻ അറ്റാക്ക് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഗയാമ സെറ്ററായിട്ട് അസൈസാനുമായിട്ട് ഒരു കോമ്പിനേഷൻ വർക്കാക്കാൻ നോക്കുന്നുണ്ട്. അതൊക്കെ നല്ല രീതിക്ക് തന്നെ വർക്കാവുന്ന കണ്ടിട്ട് നമ്മളെ കോച്ചസിന് നല്ല സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റാണ്. അവിടേക്ക് നമ്മളെ യമാഗുച്ചി നമ്മളെ കറാസ്നോക്കെതിരെ മാച്ച് കളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു നാട്ടിലെ ടീമിലെ ഒരു പ്ലെയറിന്റെ അടുത്തേക്ക് നമ്മൾ യമാഗുച്ചി വന്നിക്കാണ്. യമാഗുച്ചി ആണെങ്കിൽ അയാളോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും ജംപ് ഫ്ലോട്ട് സെറ്റ് പഠിപ്പിച്ചു തരാമോ? ഇത് കേട്ടിട്ട് അയാളാണെങ്കിൽ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ യമാഗുച്ചി പറയാണ് എന്റെ ടീമിൽ ഞാൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഫസ്റ്റ് ഇയേഴ്സിനും ടീമിൽ ഇടം നേടാൻ സാധിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കും ടീമിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എപ്പോഴൊക്കെ ചെയ്യണം, അതിനായി നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. അതിനുശേഷം ഓരോരോ ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ ഇന്റർഹൈ ടൂർണമെന്റ്സ് നടക്കുന്ന ദിവസം എത്താനായി. പിന്നെ കാണിക്കുന്നത് ഇന്റർഹൈ ടൂർണമെന്റ്സ് നടക്കുന്നതിന് പിറ്റേ ദിവസം രാത്രി നമ്മുടെ ടീമിന്റെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ടക്കേഴ്സാനും അതുപോലെ തന്നെ നമ്മളെ കിയോക്കസാനും ഒരു പ്രത്യേകതയായിട്ട് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു കറുത്ത ബാനർ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മളെ പ്ലേയേഴ്സിന് എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് നമ്മളെ കിയോക്കസാൻ ആണെങ്കിൽ നമ്മളെ ടീമിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് നമ്മുടെ ടീമിന്റെ റെസ്റ്റ് റൂം ക്ലീൻ ആക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയതാണ്, അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ക്ലീൻ ആക്കിയെന്നുള്ളൂ. എന്നിട്ട് നമ്മളെ കിയോക്കസാൻ ആണെങ്കിൽ നമ്മളെ ടീമിന്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ട് ടൂർണമെന്റിൽ ജയിക്കാൻ സാധിക്കും എന്ന് മാത്രം പറയുന്നുണ്ട്. പക്ഷേ ഇത് കേട്ടിട്ട് നമ്മളെ സീനിയേഴ്സിന് എല്ലാവർക്കും നല്ല സന്തോഷമാണ്. കാരണം ആദ്യമായിട്ടാണ് കിയോക്കസാൻ ഇവർക്ക് ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയുന്നത്. നമ്മളെ ക്യാപ്റ്റൻ അയച്ചിക്ക് വരെ കിയോക്കസാന്റെ ഒരു വാക്കൊക്കെ നന്നായിട്ട് തന്നെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ സീനിയേഴ്സിന് എല്ലാവർക്കും നല്ല മോട്ടിവേഷൻ വരികയാണ് ഈ ഒരു ടൂർണമെന്റ് ജയിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നമ്മളെ ഷോയും കഗയാമയും ഇന്റർഹൈ ടൂർണമെന്റ്സ് നടക്കുന്ന ദിവസത്തിന്റെ രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ട് നമ്മളെ ജിമ്മിലോട്ട് ഇങ്ങനെ വരുന്ന കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗായ്സ് എങ്ങനെയുണ്ടായിരുന്ന എപ്പിസോഡിന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് മുതൽ കിടിലൻ എപ്പിസോഡുകളാണ് ഞാൻ അങ്ങോട്ട് മുഴുവൻ. ഇനി ഏകദേശം ഈ ഒരു ഫസ്റ്റ് സീസൺ മുഴുവൻ നമ്മുടെ ഇന്റർഹൈ ടൂർണമെന്റ്സിനെ പറ്റിയായിരിക്കും പോവുക. അത് കാരണം ഈ ഒരു ആനിമയുടെ ലെവലിൽ ഇനി അങ്ങോട്ട് കൂടാൻ പോവുകയാണ്. അത് കാരണം ഇനിയുള്ള അങ്ങോട്ട് എപ്പിസോഡിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ.